നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ഒരു കാലഘട്ടത്തിൽ കടുത്ത ചങ്ങാതിമാരായി മാറിയ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ NSS ജനറൽ സെക്രട്ടറിയും SDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒരു കാലഘട്ടത്തിൽ അവർ ചങ്ങാതിമാരായിരുന്നു. അവർ കഴിഞ്ഞ് വീണ്ടും അവർ വഴക്കിട്ട് പിരിഞ്ഞു. പിന്നീട് വീണ്ടും ചങ്ങാതിമാരായി, വീണ്ടും വഴക്കിട്ട് പിരിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഒരു വലിയ മാറ്റം. രണ്ടുപേരും ഒരുപാട് കാലത്തിന് ശേഷം ഒരേ തൂവൽ പക്ഷികളെ പോലെ ഒറ്റ കാര്യത്തിൽ അഭിപ്രായ സമന്വയത്തിൽ അല്ലെങ്കിൽ ഒരു ഐക്യത്തിലെത്തിയിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാണ്. അത് വളരെ അത്ഭുതത്തോടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വഴക്കുകൾക്ക് ശേഷം, ഒരുപാട് പരിഭവങ്ങൾക്കും പരാതികൾക്കും ശേഷം രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും SDP യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഐക്യത്തിലെത്തിയിരിക്കുന്നത്? ഇത് രണ്ടുപേരുടെയും താല്പര്യങ്ങൾ ഒരേ ദിശയിൽ എത്തിയത് എവിടെയാണ് ഈ കാര്യത്തിൽ? എനിക്കിതിൽ ഈ രണ്ടുപേരും താല്പര്യങ്ങളൊന്നാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. മറിച്ച് ഇത് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ്. കാരണം സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പല സമയത്തും ഇത്തരത്തിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെല്ലാം കാരണം നോക്കുമ്പോൾ ഇവരെല്ലാം താല്പര്യങ്ങളാണ് കാണുക. ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും ഒരേപോലെ എതിർത്തിരുന്ന ഒരാൾ നേരത്തെ കോൺഗ്രസിൽ VM സുധീരനായിരുന്നു. ഇടക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ ശശി തരൂരിനെ ആ നിലയ്ക്ക് അവർ എതിർത്തിരുന്നു. ആ സമയത്താണ് NSS പുള്ളിയെ ഡൽഹി നായർ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ഈ മാറ്റത്തിൽ ഇതൊരു കേവലം രമേശ് ചെന്നിത്തലയോടുള്ള താല്പര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചെന്നിത്തലയോട് താല്പര്യമുണ്ട് സുകുമാരൻ നായർക്കൊരു പരിധി വരെ, പക്ഷേ ചെന്നിത്തലയ്ക്കത് പുറത്ത് പ്രകടിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഈ സുകുമാരൻ നായർ പറഞ്ഞ മാതിരി ഈ താക്കോൽ സ്ഥാനക്കാരനാണെന്ന് താനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നായന്മാരുടെ താക്കോൽ മാത്രമേ ചെന്നിത്തലയുടെ കൈവശം ഉണ്ടാവുള്ളൂ. ഈഴവ സമുദായവും മറ്റ് സമുദായങ്ങളൊന്നും ചെന്നിത്തലയ്ക്ക് വോട്ട് കിട്ടില്ല എന്നുള്ള ധാരണ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെന്നിത്തലയെ സംബന്ധിച്ച് താൻ ഒരു മതേതരത്വത്തിൻ്റെ വക്താവാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന് അനിവാര്യമാണ്. ഇവിടെയാണ് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശനും രണ്ടുപേരിൽ പ്രത്യേകതയുള്ളത്. ഇവർക്ക് സമാനമായിട്ടുള്ള ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ കുറിച്ച് സംസാരിച്ച പോലെ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിൽ ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. സുകുമാരൻ നായർ രാഷ്ട്രീയ ശത്രു ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും കോൺഗ്രസ്സിൽ വേറെ ആരുമില്ല, നിലവിൽ VD സതീശനാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ ശത്രു ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും VD സതീശനാണ്. ഈ VD സതീശൻ്റെ ഈ രണ്ടുപേരുടെയും പൊതുവായിട്ടുള്ള ശത്രു, ആ ശത്രുവാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ശത്രുവായതിൻ്റെ പേരിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലോ എത്തുന്നതിന് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് വച്ചിട്ടുള്ള ഒരു നറേഷൻ എന്ന് മാത്രം ഇതിനെ വിചാരിച്ചാൽ മതി. അതിനകത്തൊരു സത്യസന്ധതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സുകുമാരനെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടില്ല, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചും തോന്നിയിട്ടില്ല. രണ്ടുപേർക്കും രണ്ടുപേരുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും സതീശന് വെട്ടാൻ സാധിക്കുമോ എന്നുള്ളതാണത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് സുകുമാരൻ നായർ വിചാരിച്ചാൽ പോലും പറവൂരിനെ സംബന്ധിച്ച് സാധ്യമല്ല. പറവൂരിൽ ഏകദേശം 30% ആളുകൾ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ നായർ സമുദായത്തിൻ്റെ വോട്ട് സുകുമാരൻ നായർ പറയുന്ന പോലെ നടക്കുമോ, സതീശൻ പറയുന്ന പോലെ നടക്കുമോ? അതൊന്ന് സുകുമാരൻ നായർ ആദ്യം വ്യക്തമാക്കട്ടെ. സാധിക്കില്ലല്ലോ. അല്ല, ഇതിലൊരു യാഥാർത്ഥ്യമുള്ളത് ഈ NSS ജനറൽ സെക്രട്ടറി പറയുന്നിടത്തോ SNDP യോഗത്തിലെ സെക്രട്ടറി പറയുന്നിടത്തോ സമുദായത്തിലെ അംഗങ്ങൾ വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലല്ല ഇവ നിൽക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാൽ പോലും UDF രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് UDF ഏറ്റവും കൂടുതൽ സമുദായങ്ങൾക്കും സഭകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ്. അപ്പോൾ UDF സംവിധാനത്തിൽ ഇത് സതീശൻ്റെ ഒരു മുഖ്യമന്ത്രി മോഹത്തെ ഒരു പരിധിവരെ തടസ്സപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിനെ തിരിച്ചരിപ്പിക്കാമല്ലോ. തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണോ യഥാർത്ഥ ധാരണയാണോ എന്നുള്ളത് മറുചോദ്യം. ഹൈക്കമാൻഡിൻ്റെ ഒരു പരിധിവരെ കേരളത്തിലെ രണ്ട് പ്രബല ഹിന്ദു സംഘടനകൾ NSSഉം SNDPയും ഒരേ രണ്ടിൻ്റെയും സെക്രട്ടറിമാർ ഒരേ രീതിയിൽ പറയുന്നു, ഞങ്ങൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വീകാര്യനാണ്, VD സതീശൻ ഞങ്ങൾക്ക് സ്വീകാര്യനല്ല എന്ന ഒരു മെസ്സേജാണെന്നാണ് സാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കമാൻഡിൽ പോലും അതൊരു സമ്മർദ്ദ ശക്തിയായി മാറാനും ഒരു പരിധിവരെ അത് VD സതീശൻ്റെ മുഖ്യമന്ത്രി മോഹത്തെ തടസ്സപ്പെടുത്താനും കാരണമാകില്ലേ? അതേസമയത്ത് അതിനൊരു മറുപക്ഷമുള്ളത്, ഹൈക്കമാൻഡിന് മുഖ്യമായിട്ടുള്ള സ്ഥാനാർത്ഥി അത് രമേശ് ചെന്നിത്തല VD സതീശന് പോലുമല്ല, അത് KC വേണുഗോപാലാണ്. നമുക്കറിയാം KC വേണുഗോപാലിൻ്റെ കേന്ദ്രത്തിലെ സ്വാധീനം നല്ല നിശ്ചയമുണ്ട്.
കെ സി വേണുഗോപാലിന് കേന്ദ്രത്തിൽ നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധമുണ്ട്, പ്രിയങ്ക ഗാന്ധിയായിട്ട് ബന്ധമുണ്ട്. ഇന്നിന് സോണിയാഗാന്ധിയായിട്ട് പോലും അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കണ്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന സ്വാധീനം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ ഏതെങ്കിലും ഒരു ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും സീറ്റിൽ കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയൊന്നും ആവണമെന്നില്ലല്ലോന്നേ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ആയാൽ മതിയല്ലോ. അങ്ങനെയാണ് കേരളത്തിൻ്റെ ചരിത്രം. പണ്ട് നമുക്കറിയാവുന്നുണ്ട്, സുശീല ഗോപാലിനെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചു, കെ ആർ ഗൗരിയമ്മയെ കാൻഡിഡേറ്റായിട്ട് നിശ്ചയിച്ചു. അന്ന് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, കേരന്തെങ്കും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടും എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും കെ ആർ ഗൗരി മുഖ്യമന്ത്രിയാവും നമ്മളൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴോ ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ വരുന്നു, ഇ കെ നായനാർ വരുന്നു. ഇ കെ നായനാർ സുശീല ഗോപാലിനെ ചതിക്കുന്ന അതിനേക്കാളും വലിയ ചതിയാണ്. സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി പോലും സുശീല ഗോപാലിന് അനുകൂലമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് സാർ ഒരു കാര്യമുള്ളത്, എൽ ഡി എഫിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന രീതിയിലല്ല യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കൗതുകത്തിന് വേണ്ടിയുള്ള ചോദ്യമായിട്ട് സാർ അതിനെ എടുത്താൽ മതി. ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കൂടി തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ? കാരണം കെ സി വേണുഗോപാൽ എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നിർണായക, ഒരുപക്ഷെ AICCയെ നിയന്ത്രിക്കുന്നത് വേണമെങ്കിൽ കെ സി വേണുഗോപാലാണെന്ന് തന്നെ പറയാം. അത് യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്കൊരു ഒരു ഒരു സംവിധാനം, അതിനപ്പുറത്തേക്കൊരു നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു വ്യക്തി തന്നെയില്ല. ഒരു പരിധിവരെ ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനെയും ഒതുക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിൻ്റെ ഒരു അനുഗ്രഹാശിസുകളോട് നടക്കുന്ന നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കില്ല. അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം കെ സി വേണുഗോപാൽ നമ്മൾ സാധാരണ വായിക്കേണ്ട രാഷ്ട്രീയക്കാരനല്ല, ഈ എഴുത്തിന് അപ്പുറത്ത് വായിക്കേണ്ട രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് മെല്ലെ വന്ന പാർലമെൻറ്റിൽ മത്സരിച്ചത് പോലും അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നോക്കമായിട്ടാണ് നമ്മൾ വിചാരിച്ചാൽ മതി. അതിന് അദ്ദേഹം തുറന്ന് മത്സരിക്കാൻ പോകുന്ന അസംബ്ലിയിലേക്കാണ്. കാരണം കേന്ദ്രത്തിൽ ഏതാണെങ്കിലും ഒരു അടുത്ത കാലത്തെങ്കിലും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള കേരളത്തിലാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും കെ കരുണാകരനെയൊക്കെ പോലെ ശക്തമായിട്ട് അദ്ദേഹത്തിന് 5-10 വർഷക്കാലം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിന്. ആ പ്രായം അദ്ദേഹത്തിന് അതിനനുകൂലമാണ്. പിന്നെ പ്രത്യേകിച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ തമ്മിലുള്ള ഒരു തർക്കം നിലവിലിരിക്കുന്നുണ്ട്. ഈ തർക്കത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കെ സി വേണുഗോപാൽ കോംപ്രമൈസ് കാൻഡിഡേറ്റ് ഇട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് ഹൈക്കമാൻഡിൻ്റെ എല്ലാവിധ പിന്തുണ അദ്ദേഹത്തിന് കിട്ടും. എന്ന് മാത്രമല്ല, ജയറാം രമേശിനെ പോലുള്ള ആളുകൾ അവിടുന്ന് കെ സി വേണുഗോപാലെ കസേരയിൽ നിന്ന് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ആ സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ കൂടി പിന്തുണ കെ സി വേണുഗോപാലിന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ യഥാർത്ഥത്തിൽ ഇപ്പം കോൺഗ്രസ്സിൽ ഒരു വശത്തുകൂടി വി ഡി സതീശൻ യുവമുഖങ്ങൾ എന്ന് പറഞ്ഞ് തൻ്റെ വരുതിക്ക് നിൽക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിലുപരി കെ സി വേണുഗോപാലിൻ്റെ സാധ്യതയും അല്ലെങ്കിൽ മറ്റ് ഈ രമേശ് ചെന്നിത്തലയുടെ സാധ്യതയും ഒക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് തൻ്റെ ആളുകളെ നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷം നേടാൻ വേണ്ടിയുള്ള ശ്രമമാണല്ലോ ഇപ്പം അവസാനം പാലക്കാട് വരെ അദ്ദേഹത്തിൻ്റെ ആളുകളെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചതിൽ കൂടി കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ കോൺഗ്രസ്സിൽ ഇപ്പോൾ ശക്തമായ ഒരു വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ചേരി? ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ തന്നെ അഭിപ്രായ വ്യത്യാസം, ചാണ്ടി ഉമ്മൻ പോലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വവുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനെ അത്തരത്തിൽ കാണാൻ സാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം ഈ വി ഡി സതീശന് ഒന്ന് ബോധ്യമുള്ളത്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടോ എന്ന് എനിക്കറിയില്ല, സംശയമാണ്. അതിനേക്കാൾ കൂടുതൽ സാധ്യത കെ സി വേണുഗോപാൽ വന്നാൽ 2ാം സ്ഥാനക്കാരനായിട്ട് വി ഡി സതീശന് വരാൻ സാധിക്കും. മറിച്ച് രമേശ് ചെന്നിത്തലയാണെങ്കിൽ സതീശൻ്റെ സ്ഥാനം 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ഒന്നും ഉണ്ടാവില്ല, ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഏതെങ്കിലും അപ്രസക്തമായിട്ടൊരു വകുപ്പിലേക്കായിരിക്കും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കുക, അല്ലെങ്കിൽ സ്പീക്കറാക്കാമെന്ന് പറയും. ഇതിൽ മറിച്ച് വേണുഗോപാലാണ് വരണമെങ്കിൽ 2ാം സ്ഥാനം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഉറപ്പാണ്. അതിന് വളരെ സാധ്യതയുണ്ട്. ഈ സാധ്യത അദ്ദേഹം പ്രയോജനപ്പെടുത്താൻ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടാവും. ചെന്നിത്തല ആ ഒരു സാഹചര്യത്തിലാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു പുതിയൊരു തന്ത്രം ചെന്നിത്തല പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് പണ്ടേ പയറ്റിയിട്ടുള്ളതാണ് കേരളത്തിൽ. പക്ഷേ പണ്ട് ഇതേ തന്ത്രങ്ങളും ഇതേ ആശയങ്ങളും വെച്ച് കെ ആൻ്റണിയും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ പടപൊരുതിയപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഈ എതിരാളികളെ ഉന്മൂലനം ചെയ്തപ്പോൾ, അന്ന് ലീഗ് അടക്കം കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണ ആൻ്റണിക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ
അതിന് മുമ്പ് കെ കരുണാകരന് ഈ ലീഗ് അടക്കമുള്ള കക്ഷികളുടെ പിന്തുണയുമായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പുറപ്പെടുന്നത്. അപ്പം മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളുടെയും കൂടി പിന്തുണയോടുകൂടി മാത്രമല്ലേ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് യഥാർത്ഥത്തിൽ പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം UDF-നകത്തിൽ ഒരു രണ്ടാമത്തെ കക്ഷി എന്ന് പറയുമ്പോൾ UDF-ലെ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് പോലും വേണമെങ്കിൽ നിർദ്ദേശിക്കാൻ പറ്റുന്ന ഒരു അധികാര ശക്തിയാണ് ഇത് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കൂടി ഇപ്പോൾ മുസ്ലിം ലീഗിനും സ്വീകാര്യനാണോ, പൂർണ്ണമായും സ്വീകാര്യനാണോ, രമേശ് ചെന്നിത്തലയെക്കാളും വി.ഡി. സതീശിനെക്കാളും സ്വീകാര്യനാണോ എന്നുള്ളത് കൂടി ആശ്രയിച്ചിരിക്കില്ലേ? അല്ല, അതിനകത്ത് ലീഗിനെ സംബന്ധിക്കുന്ന ഒരു ആശയപരമായിട്ടുള്ള പിൻബലം ഇല്ല. ലീഗ് നിങ്ങൾ ശക്തൻ്റെ കൂടിയായിരിക്കും ലീഗ്, ഒരു സംശയമില്ല. കേരളത്തിൽ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP വന്നാൽ ലീഗ് BJPയുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ലീഗ് വരാൻ സാധിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ കൂടെയായിരിക്കും. കാരണം ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യം ലീഗിനില്ല. അപ്പോൾ ലീഗ് ശക്തൻ്റെ കൂടെയാണ്, ഹൈക്കമാൻഡിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സംശയം വിചാരിക്കേണ്ട വേണുഗോപാലിൻ്റെ കൂടെയാണെന്നുള്ളതാണ് പണ്ട് AK ആൻ്റണിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായരും കൂടി ഇപ്പോൾ ഒരേ തൂവൽ പക്ഷികളെ പോലെ സംസാരിക്കുന്നത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം. അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അവർ ഈ V.D. സതീശനെ വെട്ടുകയും ചെയ്യാം. അവർക്ക് ഹൈക്കമാൻഡിൽ കൂടി സ്വീകാര്യനായ KC വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കിയത് തങ്ങളുടെ കൂടി അനുഗ്രഹാശിസ്സുകളുടെയാണെന്ന് ഭാവിക്കുകയും ചെയ്യാം. പക്ഷേ അതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുടെ നിലപാടുകൾ കൂടി ആശ്രയിച്ചിരിക്കും അതിൻ്റെ അന്തിമ വിധി അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ തീരുമാനം വരാനെന്ന് കൂടി നമുക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. അല്ല, സംശയമില്ല. കാരണം കേരളത്തിൽ ജാതി പ്രസ്ഥാനങ്ങളുടെ എല്ലാവരും മനസ്സ് ഒരേപോലെയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ പുരോഹിതന്മാരുടെയൊക്കെ എല്ലാ പുരോഹിതന്മാരും ഒരു അമ്മയുടെ മക്കളാണ്, ഒരച്ഛൻ്റെ മക്കളാണ്, ഒരേ സ്വഭാവമാണ്. ഏത് ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും സമാനം തന്നെയാണ് ജാതി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും. എല്ലാ ജാതി പ്രസ്ഥാനങ്ങളും ജാതി പ്രസ്ഥാനങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുക. അതിലവരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ളത് രമേശ് ചെന്നിത്തലയെക്കാളും V.D. സതീശിനേക്കാളും പ്രയോജനം ചെയ്യുന്നത് KC വേണുഗോപാലാണെന്നുള്ള തിരിച്ചറിവ് അവരെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് NSSൻ്റെ പിന്തുണയും കിട്ടും, SNDPയുടെ പിന്തുണയും കിട്ടും, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും കിട്ടും, വെള്ളാള മഹാസഭയുടെ പിന്തുണ വരെ കിട്ടും. തീർച്ചയായിട്ടും. പക്ഷേ SNDP യോഗത്തിൻ്റെയും NSSൻ്റെയും ഒക്കെ തന്നെ പിന്തുണ കിട്ടുമ്പോഴും രണ്ടാം പിണറായി സർക്കാരിനെതിരെ ചില അടിയൊഴുക്കുകളുണ്ടെങ്കിലും ശക്തമായ ജനവികാരത്തെ ഇളക്കിവിടാൻ UDF-ഉം BJP-ക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തുടർഭരണം ഇടതുപക്ഷ മുന്നണിക്ക് വരത്തില്ല എന്ന് പോലും പറയാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ UDF-ൻ്റെ ഇപ്പോഴത്തെ പോക്ക് ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണെന്ന് വേണമെങ്കിൽ നമ്മൾ ബലമായി ഊഹിക്കേണ്ടി വരും. അതുകൊണ്ട് വരുന്ന ആളുകൾ UDF-ൽ കുറച്ചുകൂടി ഇപ്പോഴേ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു വടംവലി അല്ലെങ്കിൽ ഒരു മൽപ്പിടുത്തം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്തായാലും വരുന്ന ആളുകൾ കുറച്ചുകൂടി ഇത് രൂക്ഷമാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും വെള്ളാപ്പള്ളി നടേശനും G. സുകുമാരൻ നായരും ഒന്നിച്ചത് തന്നെ കേരളത്തിലെ ജനങ്ങൾ, അത് ഈഴവരാണെങ്കിലും നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും അതിനെ കാണുന്നത് വളരെ കൗതുകത്തോടു കൂടിയാണ് എന്ന് മാത്രം. അത് ഒന്നിച്ചതാണോ അതോ ഞാൻ പറഞ്ഞിട്ടാണോ വന്നിന്ന് വരുത്താനുള്ള ശ്രമമാണെന്ന് എനിക്കറിയില്ല. ഈ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീർ കഥാപാത്രമാണ്. തീർച്ചയായിട്ടും അത് ഒന്നുകിൽ സുകുമാരൻ നായർ വെളിപ്പെടുത്തിയില്ലെങ്കിലും വരുന്ന ആളുകൾ വെള്ളാപ്പള്ളിയെങ്കിലും അത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വെള്ളാപ്പള്ളിയുടെ വായിൽ നിന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് പുറത്തു വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അന്ന് എന്നോട് സുകുമാരൻ നായർ ഇത് പറഞ്ഞിട്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കാലം വിദൂരമല്ല. എന്തായാലും വളരെ വളരെ സന്തോഷം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.